കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഇതാ സ്വർഗം നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന നിമിഷം. സ്വർഗത്തിന്റെ വലിയ കരുണ നിന്റെ മേൽ വ്യാപരിക്കുന്ന നിമിഷം. കർത്താവേ, നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ സ്നേഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ്, എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലുമായി വീണ്ടെടുക്കപ്പെടേണ്ട ഒത്തിരി ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഇന്നലകളുണ്ട്. ഇന്നും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട്. ദൈവമേ, നിന്റെ മുമ്പിൽ ഈ ആരാധനയുടെ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും എൻ്റെ കണ്ണുനീരെനിക്ക് പിടിച്ചു നിർത്താൻ പറ്റണില്ല. ഹൃദയം വിങ്ങുന്നുണ്ട്, മനസ്സ് തളരുന്നുണ്ട്. സങ്കടങ്ങളുടെ ഏറ്റക്കുറച്ചിലുകള് എൻ്റെ ജീവിതത്തെ നിരന്തരം അലട്ടുന്നുണ്ട്. തമ്പുരാനേ, എൻ്റെ ജീവിതത്തിലും എൻ്റെ സ്വകാര്യതകളിലും എൻ്റെ കുടുംബത്തിലും ഒത്തിരി വീണ്ടെടുപ്പ് സംഭവിക്കേണ്ടതുണ്ട്. ഒരു പുനരുദ്ധാനം സംഭവിക്കേണ്ട ജീവിതത്തിന്റെ മേഖലകളുണ്ട്. എന്തെല്ലാം നശിച്ചു പോയോ അതെല്ലാം പുനർനിർമ്മിക്കപ്പെടുന്ന സമയം. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം വീണ്ടെടുക്കപ്പെടുന്ന നിമിഷമാണ്. കാരണം സ്വന്തം ശരീരവും രക്തവും കാൽവരിയിൽ ബലിയായി നൽകി മോനെ നമ്മളെ വീണ്ടെടുത്തൊരു കർത്താവ് ഈ അൾത്താരയിലുണ്ടല്ലോ. വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം മോനെ നീ നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്ന് തിരിച്ചറിയണം. അവന്റെ സ്നേഹത്തിന് വീണ്ടെടുക്കാനാകാത്ത വിധം നിന്റെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നും നീ തിരിച്ചറിയണം. ഇത് വീണ്ടെടുക്കപ്പെടുന്ന നിമിഷമാണ്. ഇത് ക്രിസ്തു സ്വന്തമാക്കുന്ന നിമിഷമാണ്. നിന്റെ ജീവിതത്തെ ക്രിസ്തു സ്വന്തമാക്കുന്ന നിമിഷമാണ് ഈ ആരാധനയുടെ നിമിഷം. അവന്റെ സ്നേഹത്തിലേക്ക് സ്വർഗം നിന്നെ ഇതാ വീണ്ടെടുക്കുകയാണ്. ക്രിസ്തു പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യത്തിലേക്ക് ഈശോ നിന്നെ വീണ്ടെടുക്കുകയാണ്. ഈശോ വാഗ്ദാനം ചെയ്ത സമാധാനമുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, ആത്മീയ ആനന്ദമുണ്ടല്ലോ, അതിലേക്ക് ഇതാ സ്വർഗം നിന്നെ വീണ്ടെടുക്കുന്ന സമയമാണ്. സ്വർഗം നിനക്കായി ഒരുക്കിയ നിമിഷം. നിന്റെ കുടുംബത്തെ ഈശോ വീണ്ടെടുക്കുന്ന സമയം. നിന്റെ സ്വപ്നങ്ങളെ ഈശോ വീണ്ടെടുക്കുന്ന സമയം. നിന്റെ സങ്കടങ്ങളിൽ നിന്ന് ഈശോ നിന്നെ വീണ്ടെടുക്കുന്ന സമയം. നിന്റെ വിലാപഗാനത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റുന്ന സമയം. വിശ്വസിക്കേ, ഈ നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തി, അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് കടന്നു പോകുന്ന നിമിഷങ്ങളായിട്ട് മാറട്ടെ. തകർന്നു പോയതെല്ലാം ഈശോ പുനരുദ്ധരിക്കട്ടെ. നഷ്ടപ്പെട്ടതൊക്കെ ഈശോ നിനക്ക് തിരിച്ചു തരട്ടെ. ഒത്തിരിയേറെ നഷ്ടങ്ങളുടെ, ഒത്തിരിയേറെ സങ്കടങ്ങളുടെ, ഒത്തിരിയേറെ വേദനകളുടെ നടുവിലല്ലേ മോളെ നിന്റെയും ജീവിതം. പലതും ഇനി ഒരിക്കലും പുനരുദ്ധരിക്കപ്പെടില്ലെന്നല്ലേ നിന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ജീവിതത്തിന്റെ മേഖലകളിൽ ഇനിയൊരു വീണ്ടെടുപ്പ് ഉണ്ടാകില്ല എന്ന് നിന്റെ മനസ്സുറപ്പിച്ചിട്ടില്ലേ? വിശ്വസിക്കുന്നേ, നിന്റെ കർത്താവിന് നിന്നെ വീണ്ടെടുക്കാൻ പറ്റും. നീ നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളുടെ അനുഭവങ്ങൾ കൊണ്ട് നിന്റെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ജീവിതത്തിന്റെ മേഖലകളുണ്ടല്ലോ. എനിക്കിനി രക്ഷയില്ല, ഞാനിനി നന്നാകില്ല, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, എന്റെ കുടുംബത്തിന് രക്ഷപ്പെടില്ല, എന്റെ ജീവിത പങ്കാളിന് രക്ഷപ്പെടില്ല, എന്റെ മക്കൾ കൈവിട്ടുപോയി, എന്റെ വരുമാന മാർഗങ്ങൾ, എന്റെ പ്രതീക്ഷകൾ, എന്റെ ആഗ്രഹങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് നീ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നിന്നോട് തന്നെ ഒരു നെഗറ്റീവ് ചിന്തയെടുത്തിരിക്കുന്ന ഈ അനുഭവം ഉണ്ടല്ലോ. ഈ അവസ്ഥകളെയും വീണ്ടെടുക്കാൻ, പുനരുദ്ധരിക്കാൻ നിന്റെ ദൈവത്തിന് പറ്റും. എല്ലാ അടിമത്തങ്ങളിൽ നിന്നും, പിശാചിന്റെ സകല അടിമത്തങ്ങളിൽ നിന്നും സ്വർഗം ക്രിസ്തുവിലൂടെ നമ്മളെ പുനരുദ്ധരിച്ചതാ, വീണ്ടെടുത്തതാ. പൈശാചികതയുടെ, തിന്മയുടെ സർവസ്വാധീനങ്ങളിൽ നിന്നും അവൻ നമ്മുടെ മനസ്സിലും ചിന്തകളിലും ശരീരത്തിലും കുടുംബത്തിലുമായി ഇറങ്ങി പ്രവർത്തിക്കുന്ന സകല മേഖലകളെയും ഛിന്നഭിന്നമാക്കി നിന്നെ ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്ക് വീണ്ടെടുക്കാൻ നിന്റെ ദൈവത്തിന് പറ്റും.
അതുകൊണ്ട് വിശ്വസിച്ചേ, അതുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചേ, എന്നിട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് ദൈവത്തെ വിളിക്കുക. എന്നാൽ എല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെ കൺമുമ്പിൽ കണ്ടിട്ട് ഈ കർത്താവിനെ വിളിക്കുക. നിന്റെ ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും ഒരു പുനരുദ്ധാനം യേശുക്രിസ്തുവിൽ സാധ്യമാണെന്നുള്ള വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് നീ നിന്റെ ദൈവത്തെ വിളിക്ക്. മോളെ, നിനക്ക് നഷ്ടപ്പെടാൻ ഇനിയൊന്നുമില്ലല്ലോ, നിനക്ക് വീണ്ടെടുക്കാനുള്ളതേ അല്ലേ ഉള്ളൂ. നീ എല്ലാം നഷ്ടപ്പെട്ടു എന്നല്ലേ നിന്റെ ജീവിതത്തിൽ പറയുന്നേ. അതുകൊണ്ട് മക്കളെ, നമുക്കിനി വീണ്ടെടുക്കാനേ ഉള്ളൂ, നമുക്കിനി നേടിയെടുക്കാനേ ഉള്ളൂ, നമുക്കിനി സ്വന്തമാക്കാനേ ഉള്ളൂ. അതെല്ലാം ക്രിസ്തുവിൽ നമുക്ക് സാധ്യമാണെന്ന് വിശ്വസിച്ച് കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് നിന്റെ വേദനകളിലേക്ക് ഈശോ ഇറങ്ങി വരുന്ന സമയമാണ്. നിന്റെ സങ്കടങ്ങളെ, നിന്റെ ദുഃഖങ്ങളെ, വിലാപ ഗാനത്തെയൊക്കെ ആനന്ദ നൃത്തമാക്കി സ്വർഗം മാറ്റുന്ന സമയമാണ്. അത് വിശ്വസിക്കേ. നിന്റെ ജീവിതത്തിൽ ഇന്നോളം നഷ്ടപ്പെട്ടത്, നശിച്ചു പോയതൊക്കെ പുനരുദ്ധരിക്കുന്ന സമയമാണ്. നിന്റെ കുടുംബത്തിൽ ഒരു വിശുദ്ധീകരണം, ഒരു വീണ്ടെടുപ്പും ആവശ്യമുള്ള മേഖലകളെല്ലാം പുനരുദ്ധരിക്കുന്ന സമയമാണ്. റെസ്റ്റോറേഷൻ സംഭവിക്കുന്ന സമയമാണ്. സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യം കൃപയായി ഒഴുകിയിറങ്ങുന്ന സമയമാണ്. വിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല. ഈശോയെ ആപത്തിൽ ഓടിയൊളിക്കുകില്ല. ആമേൻ. ദൈവസ്നേഹം മാറുകില്ല, കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, മറയുകില്ല. നിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ആപത്തിൽ ഓടിയൊളിക്കുകില്ല. എക്കാലവും കൂടെ നിൽക്കുന്ന നിന്റെ സ്നേഹം, ആ സ്നേഹത്തിൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആ സ്നേഹത്തെ ആരാധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞു. ആ സ്നേഹത്തോടൊന്ന് ഐക്യപ്പെട്ടിരിക്കാൻ കൃപ തരണമെന്ന് പറഞ്ഞു. കരങ്ങളടിച്ച് ഗാനത്തോട് ചേർന്ന് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ, ഈ ദൈവസ്തുതിയുടെ നിമിഷങ്ങളിൽ എല്ലാം പുനരുദ്ധരിക്കപ്പെടുന്ന സമയമാണ്, എല്ലാം വീണ്ടെടുക്കപ്പെടുന്ന സമയമാണ്, എല്ലാ ചങ്ങലകളും അഴിയുന്ന സമയമാണ്, എല്ലാ ബന്ധനക്കെട്ടുകളും അഴിയുന്ന സമയമാണ്, എല്ലാ ശാപത്തിന്റെ, രോഗത്തിന്റെ, പാപത്തിന്റെ, തകർച്ചയുടെ കെട്ടുകളെല്ലാം അഴിഞ്ഞു വീഴുന്ന സമയമാണ്. ദൈവത്തെ സ്തുതിക്കുന്ന ഈ നിമിഷങ്ങൾ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ, അതരം തുറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിതം തന്നെ ഒരു ആരാധനയായി ഈ നിമിഷങ്ങളിൽ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല. ആപത്തിൽ ഓടിയൊളിക്കുകില്ല. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല. ആപത്തിൽ ഓടിയൊളിക്കുകില്ല. എപ്പോഴും നിന്നോടു കൂടെ മകനെ, എന്നാലും നിന്നോടു കൂടെ. വിശ്വസിക്കൂ മകനെ, രക്ഷ നേടി. വിശ്വസിക്കൂ മകനെ, രക്ഷ നേടിയിടും. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല. ആപത്തിൽ ഓടിയൊളിക്കുകില്ല. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല. ആപത്തിൽ ഓടിയൊളിക്കുകില്ല. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. മുട്ടുകുത്തി നിൽക്കുമ്പോൾ കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. തമ്പുരാനെ, വരും നാളുകളിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ പോകുന്ന മക്കള്, ഈ ആലയത്തിൽ നീ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷകള്,
അതെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലെ ശുശ്രൂഷയെ സമർപ്പിക്കുകയും ചെയ്യാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.